നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വിഷയമാണ്. നമ്മുടെ കഴിവുകൾ, അതായത് സ്കിൽസ്, അത് മെച്ചപ്പെടുത്താൻ പണ്ട് മുതലേയുള്ള യോഗയും ഏറ്റവും പുതിയ ടെക്നോളജിയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എങ്ങനെ ഒരുമിപ്പിക്കാം? നല്ലൊരു വിഷയമാണ്. കാരണം രണ്ടും രണ്ടറ്റത്തുള്ള കാര്യങ്ങൾ പോലെ തോന്നും, അല്ലേ? അതെ അതെ. പക്ഷെ ഇവിടെ നമ്മുടെ കയ്യിലുള്ള ചില വിവരങ്ങൾ നോക്കുമ്പോൾ കഴിവ് എന്നൊരു അക്കാഡമി ഇത് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ ഫോക്കസ് ഒരു മെന്റൽ ഫ്രെയിംവർക്കിനെ കുറിച്ചും പറയുന്നുണ്ട്. ലക്ഷ്യങ്ങൾ നേടാൻ ഇത് സഹായിക്കും പോലും. ശരിയാണ്. ഈ കഴിവ് അക്കാദമിയുടെ ലക്ഷ്യം അതുതന്നെയാണ്. മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഇല്ലേ, അത് പുറത്തു കൊണ്ടുവരിക. അതിനായിട്ട് അവർ യോഗ, പിന്നെ ഈ പറഞ്ഞ AI, ലൈഫ് സ്കിൽസ് ഒക്കെ ഒരുമിച്ച് ഉപയോഗിക്കുന്നു. അവരുടെ ഒരു പ്രവർത്തന രീതിയും അല്പം വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. AI വെച്ച് സർവേ നടത്തുക, എന്നിട്ട് പ്രശ്നം കണ്ടുപിടിക്കുക. അതെ, സമൂഹത്തിലെ പ്രശ്നങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നു. അതിന് AI ഉപയോഗിക്കും. പിന്നെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആളുകളുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുന്നു. അവസാനം ആ കഴിവുകൾ ഉപയോഗിച്ച് സമൂഹത്തിന് തന്നെ ഒരു സേവനം നൽകുന്നു. ഒരു സൈക്കിൾ പോലെ. അപ്പോ വ്യക്തിഗത വികസനം മാത്രമല്ല, ഒരു സാമൂഹിക വശം കൂടിയുണ്ട്. ഈ A to Z ഓഫ് ലൈഫ് എന്നൊരു കോൺസെപ്റ്റും അവർക്കുണ്ടെന്ന് കേട്ടു. എന്താണത്? 30 തത്വങ്ങൾ എന്നൊക്കെ. അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആക്ഷൻ, ബിലീഫ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ Z വരെ. അതിന്റെ കൂടെയാണ് ഈ 4 പ്രധാനപ്പെട്ട യോഗ ശാഖകളും വരുന്നത്. അതാണ് ഇതിന്റെ ഒരു അടിത്തറ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 4 യോഗങ്ങൾ അതെങ്ങനെയാണ് ഈ കഴിവ് വികസനത്തെ സഹായിക്കുന്നത്? ഭക്തി, കർമ്മ, അങ്ങനെ 4 എണ്ണം. അതെ, ഓരോന്നിനും അതിന്റേതായ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോ ഭക്തിയോഗം എടുക്കുവാണെങ്കിൽ അത് നമ്മുടെ എനർജി ലെവൽ കൂട്ടാൻ സഹായിക്കും. ഒരു പോസിറ്റീവ് വൈബ്, ആളുകളെ ഒരുമിപ്പിക്കാനും ആ എനർജി കൂട്ടായി ഉപയോഗിക്കാനും അത് നല്ലതാണ്. അപ്പോ എനർജി കിട്ടി. പിന്നെ കർമ്മയോഗം ഈ കിട്ടിയ ഊർജത്തെ പ്രവൃത്തിയിലേക്ക് മാറ്റുന്നു. നമ്മുടെ പ്രൊഡക്ടിവിറ്റി, കാര്യക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കാൻ, ചുമ്മാ ഇരിക്കാതെ ജോലി ചെയ്യാൻ. ശരി. അടുത്തത് ജ്ഞാനയോഗം. അത് അറിവാണോ? അറിവ് മാത്രമല്ല, വൈകാരിക ബുദ്ധി, അതായത് ഇമോഷണൽ ഇന്റലിജൻസ്, സ്വയം മനസ്സിലാക്കുക, സാഹചര്യങ്ങൾക്കനുസരിച്ച് ശരിയായി പ്രതികരിക്കാനുള്ള കഴിവ്, അതൊക്കെ ജ്ഞാനയോഗം തരും. ഓക്കെ. 4ാമത്തേത് രാജയോഗം. രാജയോഗം അത് നമ്മുടെ ആയുസ്സും ആരോഗ്യവുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ശരീരം, മനസ്സ് രണ്ടും നല്ല ആരോഗ്യം, ഊർജപ്രവാഹം, ബാലൻസ്, അങ്ങനെ ഒരു ആദിയും വ്യാധിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ സഹായിക്കും. അപ്പോ ഈ 4 യോഗങ്ങളും ഒരു വ്യക്തിക്ക് ഊർജം, കാര്യക്ഷമത, വിവേകം, ആരോഗ്യം ഒക്കെ നൽകുന്നു. ഈ കഴിവുകളെയൊക്കെ ഒരു ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാനാണോ ഈ ഫോക്കസ് എന്ന ആശയം സഹായിക്കുന്നത്? A to Z F ആണെങ്കിലും ഇതൊരു പ്രത്യേക ടൂള് പോലെ തോന്നുന്നു. അതെ. ഫോക്കസ് എന്നത് ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിജയം നേടാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അതിൽ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥമുണ്ട്. F എന്നാൽ ഫിക്സേഷൻ, ഒരു ലക്ഷ്യം ഉറപ്പിക്കുക, ക്ലിയർ ആയിട്ട്. ഉദാഹരണം പറഞ്ഞാല്, ഇപ്പോ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എനിക്ക് 90% മാർക്ക് വാങ്ങണം എന്ന് കൃത്യമായി തീരുമാനിക്കുന്നത് പോലെ. അല്ലാതെ നന്നായി പഠിക്കണം എന്നൊരു പൊതുവായ ലക്ഷ്യമല്ല. ശരി. അടുത്തത് O ഫോർ ഓർഗനൈസേഷൻ. ജോലികളും സമയവുമൊക്കെ ഓർഗനൈസ് ചെയ്യുക, ഒരു ചിട്ടയുണ്ടാക്കുക. ഒരു വലിയ ടാസ്ക് ഉണ്ടെങ്കിൽ അതിനെ ചെറിയ ഭാഗങ്ങളാക്കി ഓരോന്നിനും സമയം കൊടുക്കുന്നത് പോലെ. പിന്നെ C, കോൺസെൻട്രേഷൻ. ഇത് പ്രധാനമാണെന്ന് തോന്നുന്നു. വളരെ പ്രധാനം. ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ, ഡിസ്ട്രാക്ഷൻസ്, അതൊക്കെ ഒഴിവാക്കി ചെയ്യുന്ന കാര്യത്തിൽ മുഴുകുക. ഇപ്പൊ ഈ പോമോഡോറോ ടെക്നിക്കൊക്കെ ആളുകൾ ഉപയോഗിക്കാറില്ലേ? കുറച്ചു നേരം ജോലി, ചെറിയ ബ്രേക്ക്. അത് കോൺസെൻട്രേഷൻ കൂട്ടാൻ നല്ലതാണ്. അതെ. U എന്താണ്? അണ്ടർസ്റ്റാൻഡിംഗ്. നമ്മൾ എന്തിനാണ് ഈ ലക്ഷ്യം നേടാൻ ശ്രമിക്കുന്നത്, അതിന്റെ ആവശ്യം എന്താണ് എന്ന് ആഴത്തിൽ മനസ്സിലാക്കുക. വെറുതെ വ്യായാമം ചെയ്യുന്നതിന് പകരം എന്തിനാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തത വരും. ശരിയാണ്. അവസാനമായി S ഫോർ സസ്റ്റൈനബിലിറ്റി, അതായത് സ്ഥിരത. തുടങ്ങിയ കാര്യം പാതി വഴിയിൽ നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്. പ്രചോദനം, മോട്ടിവേഷനൊക്കെ നിലനിർത്തുക.
ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക, പുരോഗതി ട്രാക്ക് ചെയ്യുക, അതൊക്കെ ഇതിൽ വരും. അപ്പോ ഈ ധ്യാനം, നല്ല ഉറക്കം, വ്യായാമം ഇതൊക്കെ ഈ ഫോക്കസ് നിലനിർത്താൻ സഹായിക്കുമല്ലേ? തീർച്ചയായും. അതൊക്കെ ഈ രാജയോഗത്തിലും പറയുന്ന കാര്യങ്ങളാണ്. ആരോഗ്യകരമായ ജീവിതശൈലി ശ്രദ്ധ നിലനിർത്താൻ അത്യാവശ്യമാണ്. ചിട്ടയായ ഒരു വർക്ക് സ്പേസ് പോലും വ്യത്യാസമുണ്ടാക്കും. ഇവിടെയാണ് എനിക്ക് ആ കണക്ഷൻ മനസ്സിലാവുന്നത്. യോഗയിലൂടെ കിട്ടുന്ന ആ ഒരു മാനസിക ശാന്തത, ഊർജം, അതൊക്കെ ഫോക്കസ് എന്ന ഫ്രെയിംവർക്കിലൂടെ ഒരു ലക്ഷ്യത്തിലേക്ക് ചാനലൈസ് ചെയ്യുന്നു. ഇതിൽ AI എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? അതൊരു ടൂൾ മാത്രമാണോ? അതൊരു വളരെ നല്ല ചോദ്യമാണ്. AI ഇവിടെ ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ആണെന്ന് പറയാം. യോഗയും ഫോക്കസും നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങൾ, മാനസികാവസ്ഥയൊക്കെ ശരിയാക്കുമ്പോ AIക്ക് പുറത്തുനിന്ന് സഹായിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഏത് സ്കില്ലിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്ന് AIക്ക് ചിലപ്പോ പറഞ്ഞു തരാൻ പറ്റും. ചില സർവേകളിലൂടെയോ നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ടോ. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സഹായം പോലെ. അതെ, നിങ്ങൾക്ക് പറ്റിയ പഠന രീതികൾ നിർദ്ദേശിക്കാൻ, നിങ്ങളുടെ പുരോഗതി ട്രാക്ക് ചെയ്യാൻ, അതിനൊക്കെ AI ഉപയോഗിക്കാം. അപ്പോ യോഗ ഒരു ഫൗണ്ടേഷൻ തരുന്നു, ഫോക്കസ് വഴി കാണിക്കുന്നു, AI ആ യാത്രയിൽ ഒരു സ്മാർട്ടായ സഹായിയാകുന്നു. ഇതെല്ലാം ചേർന്നാണ് ആ കഴിവ് വളരുന്നത്. കൊള്ളാം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് യോഗയുടെ ആ ഒരു പൗരാണിക ജ്ഞാനം തരുന്ന ഒരു സ്റ്റെബിലിറ്റിയും എനർജിയും, ഫോക്കസ് പോലുള്ള പ്രായോഗിക വഴികൾ തരുന്ന ഡിറക്ഷൻ, പിന്നെ AI തരുന്ന ഒരു ടെക്നോളജിക്കൽ സപ്പോർട്ട്, ഇവയെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു സമഗ്രമായ വികസനം സാധ്യമാകുന്നത്. അതാണ് കഴിവ് ലക്ഷ്യമിടുന്നത്. ഇത് ജോലിയിൽ മാത്രമല്ല, പഠനത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും. തീർച്ചയായും. അപ്പൊ കേൾക്കുന്ന നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഊർജം കൂട്ടാനും ഒരു ബാലൻസ് കണ്ടെത്താനും യോഗയുടെ സാധ്യതകൾ, ലക്ഷ്യങ്ങൾ നേടാൻ ഈ ഫോക്കസ് തത്വങ്ങൾ, ഇതിനെയൊക്കെ സഹായിക്കാൻ AI പോലുള്ള ടൂളുകൾ, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന്. അതെ, ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ മാറ്റിയെടുക്കാം. അതാണ് പ്രധാനം. ശരിയാണ്. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. ഈ യോഗയും AIയും സ്കിൽ ഡെവലപ്മെന്റും ഒക്കെ ഇങ്ങനെ ഒരുമിപ്പിക്കുമ്പോ നമ്മുടെ വിജയം അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുമോ? അതായത് വെറും മെറ്റീരിയൽ നേട്ടങ്ങൾക്കപ്പുറം യോഗ പറയുന്ന ആ ഒരു ആന്തരികമായ സന്തോഷം, സ്വാതന്ത്ര്യം, അതുമായി ബന്ധപ്പെടുത്തി വിജയത്തെ കാണാൻ ഇത് നമ്മളെ സഹായിക്കുമോ? അതൊരു നല്ല ചോദ്യമാണ്. ചിന്തിക്കേണ്ട വിഷയം തന്നെ. അതെ. അപ്പൊ ഇന്ന് നമ്മൾ നിർത്തുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. വീണ്ടും കാണാം.